മോളു മൂക്ക് ഇതായിട്ട് എന്താ ഏട്ടാ? അതല്ല, 10 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ഹാപ്പി ആയിരുന്നല്ലേ? ശരിയാ. അല്ല 10 കൊല്ലം മുമ്പായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നു. പോ ചേട്ടാ അവിടുന്ന്. ഒന്നുമില്ലല്ലോ, ഇന്ന് നമ്മുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. എനിക്ക് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞില്ല 10 കൊല്ലം പോയത്. വീട്ടിലിരിക്കണ നീ അറിയൂല, പുറത്ത് ജോലിക്ക് പോണ ഞാൻ വേഷം അറിയാന്നെ. പിന്നെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ഇന്ന് ചെയ്യും. കുറച്ച് സമയം മിണ്ടാതിരിക്കുമായിരിക്കും. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു അടിപൊളി ക്യാപ്ഷൻ ഇട്ട് വെറൈറ്റി ആയിട്ടൊരു പോസ്റ്റ് ഇടും. എന്റെ മോളെ ക്യാപ്ഷൻ ഇട്ട് വൈറലാവണം. എന്താണ് മോളെ ക്യാപ്ഷൻ? പറ. ഇണങ്ങിയും പിണങ്ങിയും 10 വർഷങ്ങൾ. ഓ കുട്ടാ, ഇങ്ങനത്തെ സാധനമാ ഞാൻ ലതയൊന്നും പ്രതീക്ഷിച്ചത്. അത് ഞാനിപ്പോ അടുക്കളയിൽ പെട്ടെന്ന് സെറ്റ് ചെയ്തോന്ന് പറഞ്ഞതാ. തോന്നൂല ലതേ, തോന്നൂല. ഒരുപാട് റിഹേഴ്സൽ എടുത്ത പോലെ തോന്നി. അടുത്ത വെഡിങ് അനുസരിക്കും ലത ഇമാതിരി പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരണം. എനിക്ക് വയ്യ, അത്രയ്ക്ക് സൂപ്പറാണ് ഏട്ടാ. എരിവും മുളകും തിരിച്ചറിഞ്ഞ പച്ച ചെന്ന പുതിയ ഐറ്റം ഒന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കും. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്നോട് ഇങ്ങനെ ചൂടാണോ? പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല. പോ. ആരും പിണങ്ങിയ മിണ്ടൂല. അടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ. എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ. എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ. എള്ളോളം നുള്ളിയെടുത്തോട്ടേ. നൊന്നിട്ട് പാടില്ല. എള്ളോളം നുള്ളിയെടുക്കാൻ പറഞ്ഞ 2 സെന്റ് പിച്ചെടുത്തിരിക്കണം. 1 ഏക്കറിൽ 2 സെന്റ് പോയ ഒരു മനുഷ്യനെ അറിയാൻ പോണില്ല. പോ. പണങ്ങിയോ? പണങ്ങിയാടി. എടി ഇങ്ങൊന്നാണ്, നിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്ന ഒരു കിടുക്ക്, ഒരു മിടുക്കി. ഇതല്ലേ അവളില്ല, അവള് UK പോയി. ഉച്ചക്കടയില? ഉച്ചക്കടയിലല്ല, അവള് ലണ്ടനിൽ പോയി. നിന്റെ കൂട്ടുകാരികളെ ഇവരെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയിച്ചോ? അയ്യോ, ആദ്യം തന്നെ നമുക്കൊരു സെൽഫി എടുത്തിടണം. അത് ഞാൻ മറന്നേ. ഇടി ചക്കപ്പെടുത്തി കമ്പ് കുത്തി വെച്ചിരിക്കണാരടി? ചേട്ടനാണ്, പ്രേം ചേട്ടനാണത്. ഈ ഫോട്ടോ ഇന്ന് ഫേസ്ബുക്കിൽ ഇടും, എല്ലാരും ഇതുകൊണ്ട് ഞെട്ടും. നോക്ക്, എന്നാ നിങ്ങൾ ഞെട്ടാത്തത്? 10 വർഷം കൊണ്ട് ഞെട്ടിയിരിക്കല്ലേ, ഇനി എപ്പോഴെപ്പോഴും ഞെട്ടണോ അടി? വേറൊരു സംഭവം ഉണ്ട്. ഒരു സെലിബ്രിറ്റി വിഷ് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റി വെച്ചിരിക്കണം? സെലിബ്രിറ്റി എന്നല്ല, ഒരു സെലിബ്രിറ്റി നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. നോക്കിയത് കേട്ടാ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ലതയ്ക്ക് എൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പൊ മുത്തേ അടിച്ചു പൊളിക്കട്ടോ. മുത്ത് ഒരു പടുമരം ഇവിടെ നിന്നിട്ട് അവൻ കണ്ടില്ല. മുത്തേന്ന് ആടി ആടി നിന്റെ കള്ളക്കാമോ? ഇത് കള്ളക്കാമകരല്ല, എന്റെ സെലിബ്രിറ്റി കൃഷിയാണിത്. എന്റെ കൃഷിയാണെന്ന് എനിക്ക് അറിയാം, സത്യം പറയുവാര്. ചേട്ടാ, ഇത് ഐറ്റം വേറെയല്ലേ? വെറൈറ്റി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കണ ചെക്കന്. എന്തോന്ന് വെറൈറ്റി ഡാൻസ്? ഇങ്ങനെ 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 ഇതൈറ്റം വേറെ. ഇത് വെറൈറ്റി ഡാൻസ് അല്ല, എറികൊണ്ട പരുന്ത് പറന്നു പോണത് പോലെ ഇരിക്കുന്നു. ഒന്നുമില്ല, ആ ചെക്കൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണോ ദൈവം ഇത്രയും നല്ല ഡാൻസ് ഒക്കെ പഠിക്കണം. വെറൈറ്റി ആണ്. എന്തൊരു മെയ് വഴക്കോന്ന് അറിയാമോ? ഇത് മെയ് വഴക്കമല്ല, അവന്റെ മെയിൻ കുഴപ്പമാണിത്. അല്ല, നിന്റെ കൃഷി മാത്രമേ അയച്ചുള്ളൂ. നീ ഒരുപാട് കൂട്ടുകാരികൾക്ക് അങ്ങ് മെസ്സേജ് അയക്കല്ലോ, ഒരുത്തോ അയച്ചില്ലേ? രമ്യ അയച്ചിട്ടുണ്ട്. രമ്യ ചേട്ടാ നോക്കതേ, ഇത് എന്താ? ഹായ്, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടനും ലതയ്ക്കും 1000 ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള വാർഷിക ആശംസകൾ. ഇതുപോലെ തന്നെ 100 വർഷം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തോട് ഞാൻ അറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കുന്നു. ആരത് എനിക്കറിഞ്ഞോളൂ. ഈ രമ്യകൊണ്ട് നിന്നാ മതിയാ, എനിക്കറിയില്ല. കേക്ക് കെട്ടിയാ അയച്ചേക്കണവാ. കേക്ക് കുറിക്കട്ടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു. എന്താണ് കേക്ക്? കേക്ക് മുറിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്തേട്ടാ? സെൻസർ വെച്ച കേക്കാണെന്ന് തോന്നുന്നു. ഇല്ലേട്ടാ, അടിക്കുന്നു. ആരുണ്ടല്ലോ വാദിക്ക് വന്നിട്ടുണ്ടല്ലോ, അവരാരുണ്ട് ബെല്ലടിച്ചതാ. നമസ്കാരം. നമസ്കാരം. കുറെ കാലം ആയല്ലോ ഈ വഴിക്കൊക്കെ.
ഈ വഴി ആരാ വെട്ടിയെന്ന് വഴി വെട്ടിയവരോട് ചോദിക്കണം. ഫ്രഷ് വന്ന് കയറിയപ്പോ തന്നെ ഫ്രഷ് സാധനം കൊണ്ടാണല്ലോ വരവ്. അതെന്താണെന്നറിയോ, ഞാനിപ്പോ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യണ്ട. അവിടെ പോസ്റ്റ് ഒന്നും വരുന്നില്ല, ലെറ്റർ ഒന്നും വരുന്നില്ല. അവിടെ ഇരുന്ന് ഞങ്ങള് പുഴുക്കുമായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും തമാശയായിട്ട് വരും. അപ്പൊ നേരത്തെ പറഞ്ഞ തമാശയാണോ? ആ. അത് പറയണ്ടേ? എടി കോമഡിയാണ് പറഞ്ഞതെന്ന്. ചിരിയടി അങ്ങോട്ട്. പോകുന്നു. അയ്യോ, സാർ പോകുന്നു. അയ്യോ, പോകുന്നു. പോയി. ആ, സാർ ഇങ്ങോട്ട്. സാർ വന്ന കാര്യം പറയുന്നു. വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യാണ്. അവിടെ പോസ്റ്റുകളൊന്നും വരുന്നില്ല കുറെ നാളായിട്ട്. അപ്പൊ ഒരു ലെറ്റർ കിട്ടി. ലെറ്റർ കിട്ടിയപ്പോ നിങ്ങൾക്ക് നേരിട്ട് തരണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് തന്നിട്ട് പോകാൻ വേണ്ടി വന്നു. പിടിച്ചോളൂ. അല്ല, പോസ്റ്റ്മാനിൽ കൊടുത്തുവിട്ടാ പോരായിരുന്നു. പോസ്റ്റ്മാൻ ലീവ് വന്നു, അതുകൊണ്ട് ഇത് പിടിക്കാൻ. ശരി സാറേ, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഓക്കെ, ശരി എന്നാ. ചേട്ടാ പോവില്ലെന്ന് പറ, ഒരു വർഷം കേക്ക് കൊടുത്തിട്ട് വിടാന്ന്. ഒന്നും പറഞ്ഞു. സാറേ പോവല്ലേ, വാ. അതെ, ഇന്നെന്റെ 10ാമത്തെ വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്. വെഡിങ് വർക്ക്ഷോപ്പല്ല, തെറ്റിപ്പോയി സാറേ. ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ വേണേ. കേക്ക് മുറിച്ചിട്ട് വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് തിരക്കൊണ്ട് പോണം. ഒരു കഷ്ണം കേക്ക് കഴിച്ചിട്ട്. കേക്ക് കഴിച്ചിട്ട് കേക്ക് ഷുഗർ വരുമെന്ന്. അതല്ല, ഇവള് സൂപ്പർ. അത് കിടക്കൻ. ബിരിയാണി കഴിക്കരുത്, കൊളസ്ട്രോൾ വരും. ബിരിയാണി വേണ്ട. ശരി, ഞാൻ പോവാ. കുവൈറ്റിൽ നിന്ന് അളിയൻ കൊണ്ടുവന്ന സ്കോച്ച്. കുവൈറ്റിൽ നിന്ന് അളിയൻ കൊണ്ടുവന്ന് കുടിക്കാല്ലേ? അത് അത് കുടിക്കാം. അതെ, കേക്ക് മുറിച്ചിട്ട് മുറി മുറി അകത്തായിരുന്നില്ല അവിടെ. അതെടുത്ത് തിന്നാൻ പറ്റുമോ? ഇത് മുറി. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. കട്ട് കേക്കാം. നിങ്ങൾ മേടിച്ചോണ്ട് വെച്ച കേക്ക് തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്നു. കേക്ക് കട്ട് ചെയ്യാന്ന്. ഞാൻ വായേട്ടാ. കേക്ക് കട്ട് ചെയ്യാല്ലേ? കേക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യണ്ട. സ്കോച്ച് വേണ്ടേ? സ്കോച്ച് വേണം. അപ്പൊ കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യണ്ട, ആദ്യം സ്കോച്ച് കഴിക്കണം. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ലെറ്റർ അങ്ങ് പൊട്ടിക്കാം. വേണ്ട. ആദ്യം ബിരിയാണി തിന്നാം. ബിരിയാണിയോ? ബിരിയാണി എന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്കോച്ച് കട്ട് ചെയ്ത്. എന്തൊക്കെയാ നീ പറയണ? സാറേ, ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് തന്നത്. നോക്ക്, കേക്ക് മുറിക്കാൻ. ചേട്ടാ, കറണ്ട് ബില്ലല്ല. ചേട്ടന് ആരുടെ കാശ് അയച്ചിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട് സാറേ. ഇംഗ്ലീഷ് ഒന്ന് നോക്കിയേ സാറേ, ഇംഗ്ലീഷ്. ഇതാ, ഇത് ഹെൽമെറ്റ് വെക്കാതെ പോയതിന് പെറ്റി വന്നത്. ഫോട്ടോ മനസ്സിലാവണം. ഫോട്ടോ നോക്കിയേ, മനസ്സിലാവണല്ലോ. മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പൊ ഫോണിൽ വല്ലതും വന്നിട്ടുണ്ടാവും. ഇത് ഫോണിൽ വന്നതാണ്. സാറിന് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. നോക്കിയേ, ഇത് പ്രശ്നമാകും. 3000 രൂപ ഞാൻ കോടതി കൊണ്ട് അടച്ചോളാടി. ഹെൽമെറ്റ് വെക്കാത്തതല്ല പ്രശ്നം. പിന്നെ നിങ്ങളുടെ ബൈക്കിന്റെ പുറകിലിരിക്കണ ഈ പെണ്ണേതാണ്. നിങ്ങളുടെ കൂടെ ബൈക്കിന്റെ പുറകിലിരിക്കണ ഈ പെണ്ണേതാണ്. നാണോണ്ട് അമ്മ ചെയ്യുമ്പോ കാട്ടായം കാണിക്കാനായിട്ട്. എന്നെ ദൈവം, എനിക്ക് വയ്യ. എനിക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ ചത്താ മതി. ഇത്രയും പാടേറ്റ് ഞാൻ ഈ 10 കൊല്ലം നിങ്ങളുടെ കൂടെ പുറത്തിട്ട് ഇന്ന് വരെ ഒരു ചീത്ത പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. എനിക്ക് സഹിക്കാൻ വയ്യ. ഈ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ എന്നെ നാണം കെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുക? അയ്യോ, എനിക്ക് എന്താ ചേട്ടൻ, എനിക്ക് വയ്യ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് കുന്തപ്പിഴിയ പോലെ നിങ്ങൾ നിക്കറില്ല. എന്തെങ്കിലും ഒരു വാക്കിനോടൊന്ന് പറയാൻ പാടില്ല സാറേ. കയ്യെന്തിനു തന്നു ചേച്ചിമാരെ, നിങ്ങളെയൊക്കെ കെട്ടിയവന്മാരിങ്ങനെ കണ്ട പെണ്ണുങ്ങളായിട്ട് വണ്ടിക്ക് പോയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുക? സത്യം പറഞ്ഞ ഇയാളെ കർണം മുത്തി ഒരെണ്ണം കൊടുക്കണമെന്നുണ്ട്. കൈവെക്കുമ്പോ സങ്കടം വന്നിട്ടാണ് അടിക്കാത്തത്. പ്രേമ, തനിക്ക് തന്റെ തന്തകളെ അറിഞ്ഞിട്ട പേരാണോ പ്രേമനെന്ന്? തന്നെ ഇന്ന് ഞാൻ കൊല വിളിക്കോടും. ഇന്ന് ഇയാളെ കൊല്ലോടോ ഞാൻ. എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ സാറേ. കയ്യെന്തിനു തന്നു ദൈവം. എന്തൊരു കഷ്ടം നോക്ക് സാറേ. മറ്റുള്ള ദൈവമേ. എനിക്ക് സാറേ, നിങ്ങളല്ലേ ഈ ലെറ്റർ കൊണ്ടുവന്ന് ഇപ്പൊ ഈ കുടുംബം കലക്കാൻ നോക്കിയത്? പോയി സമാധാനപ്പെടുത്തി ഞങ്ങൾ ഒരുമിപ്പിക്കാൻ നോക്ക്. പറയാം. നിങ്ങൾ അയ്യേ, എനിക്ക് ഓർക്കാൻ വയ്യ. അയ്യേ, എന്തൊരു നാണക്കേടാണ് ദൈവമേ. അയ്യേ. നമ്മളെവിടെ? വേണ്ട, എരിയും. ഇപ്പൊ വേണ്ട, എരിയും. എന്തുവാന്ന്? മുളക് പൊടി ഇപ്പൊ വേണ്ട, പോടാ. ലതേ, മോളെ, ചക്കരെ, ഇതുപോലുള്ള സാധനങ്ങളാണ് ഇവിടെ വേണ്ടത്. കുടുംബത്തിൽ തലക്കോളം തല്ലിക്കുമ്പോഴാണ് ഓരോ വർത്താനം പറയാൻ പറ്റുന്നത്. നോണം കിട്ടിയിരിക്കണേ. അയ്യേ,
മോശം. ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യല്ല AI ക്യാമറ. അതിനെ നമ്മള് വിശ്വസിക്കണം. ഏയ്യാ. അതിനെ നമ്മൾ വിശ്വസിക്കരുത്. അതിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ പോയി. എന്തോ പറയുന്നത്? വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? എന്തോ നക്കേസ്. വിശ്വസിക്കരുത്. അത് പറ. അത് ഈ കാര്യം പറഞ്ഞ മനസ്സിലായി. ഈ ഫോട്ടോ എങ്ങനെ വന്ന്? എനിക്കതാണ് അത് അറിയാം. എഡിറ്റ് ചെയ്ത പോസ്റ്റാണ്. ഫോട്ടോഷോപ്പ്. അയ്യോ, ഇത് വിശ്വസിക്കരുത്. പോ, അവൻ നിരപരാധിയാണ്. എടി ഇങ്ങ് വന്ന് വേണ്ട സാർ നോക്കണം. മെനിഞ്ഞാന്ന് അതേ വേറെ ചേച്ചി. വേറൊരു പെണ്ണ് ഞാനും എഡിറ്റിങ് കഴിഞ്ഞ ആഴ്ച ദേ വടക്കേലെ ചേച്ചി. അവൻ നിരപരാധി. ദാ, കിഴക്കേലെ ചേച്ചി. അങ്ങോട്ട് തളിക്ക. ആ ചേച്ചി. ഒന്നുകൂടെ തളിക്ക. ചേച്ചി ഏതാ? ഈ ചേച്ചി ഏതാ? എന്താണ്? അയ്യോ എന്റെ ഭാര്യ എന്റെ ഭാര്യ. അത് അവന്റെ. എന്തോ അയ്യോ എന്തോ സാറ് എന്തിനാ നെഞ്ചത്തിട്ട് അടിക്കണത്? പിന്നെ നിനക്ക് ദേഷ്യം വരുമ്പോ നിനക്ക് മാത്രം പിടിച്ചാൽ മതി. എനിക്ക് ഇടിക്കട്ടെ. ഒന്ന് നിർത്ത് സാറേ. സാറല്ലേ ഇപ്പോഴെന്ന് പറഞ്ഞത് അത് AI ആണെന്നാ ഫോട്ടോഷോപ്പ് ആണെന്ന് വിഷമിക്കല്ലെന്ന് സാറിന് നെഞ്ചത്തിട്ട് അടിച്ച് ഇങ്ങനെ ചാകാൻ പോണേണ. ഞാൻ വന്നേ. എന്താ? അവനെ നമുക്ക് രണ്ടുപേർക്കും ഒരേ പണിയാണ് ഇവൻ തന്നത്. അതുകൊണ്ട് അതേ തൂക്കത്തിൽ നമുക്ക് ഇവന് പണി കൊടുത്താലേ ഇവൻ അതിന്റെ വിഷം മാറുള്ളൂ. എന്തോന്ന്? അതുകൊണ്ട് ചുരിദാർ ഇട്ടോണ്ട് പോ. നമുക്ക് ബൈക്കിൽ കറങ്ങാം. ഹെൽമെറ്റ്. ഒരേ കത്തുമ്പോ വാഴ വെട്ടണമെന്ന് പോയണോ അവിടുന്ന്? എനിക്ക് അത്രയും സംശയം. തന്റെ ഭാര്യ വിളിയടാ. അത് ഞാൻ പറഞ്ഞു തരണോ? വിളി വിളി നീ മിണ്ടല്ലേ. ആ എടി എവിടെ ഇരിക്കണടി? വല്ലവന്റെ കൂടെ കറങ്ങി അവിടെ ഇവിടെ വണ്ടി കയറി ഹെൽമെറ്റില്ല. ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോയാണോ നിന്നെ? ലിഫ്റ്റ് വന്നാണോ അവൻ? ക്ഷമ പറയാനാ? ശരി ക്ഷമ പറയാൻ പറഞ്ഞു. എന്തോന്നു? എന്താ? ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ക്രിട്ടിക്കലായിരുന്ന സമയത്ത്. വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ക്ഷമ പറയാനാവുന്നത്. മനസ്സിലായി. നിരപരാധിയാണ്. എടി നിരപരാധിയാണ്. എടി നമ്മുടെ ജീവിതം വിവാഹ ജീവിതം തകർക്കാൻ വേണ്ടി നമ്മളെ ശത്രുക്കൾ ആരോ മനഃപൂർവ്വം നമുക്ക് വേണ്ടി ഇത് അയച്ചതാണ്. മനസ്സിലായിരുന്നു നിനക്ക്? എനിക്ക് സോറി ചേട്ടാ, ഞാൻ എന്റെ എന്താ പറയാ പ്രയാസം കൊണ്ട് ഇങ്ങനെ ഇടുന്ന ഒച്ചെടുത്ത് എന്നോട് ക്ഷമിക്കുന്നു. നിന്റെ കൂട്ടുകാരി ഇതോ വിളിക്കുന്നു. ഹലോ ഹലോ രമ്യ, എന്താടി? എടി ഞാനേ ഇടയ്ക്കൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് നിന്റെ ചേട്ടൻ എനിക്കൊരു ലിഫ്റ്റ് തന്നായിരുന്നേ. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, പക്ഷെ നിന്റെ ചേട്ടൻ എന്നെ മനസ്സിലായില്ലടി. മനസ്സിലായില്ലേ? ആ ശരിയടി എന്നാ ശരി. സോറി പ്രേമേട്ടാ. ഇപ്പൊ ഇതിനകത്തുനിന്ന് എന്ത് മനസ്സിലായി? പോലീസുകാർ കൊണ്ട് 3000 രൂപ വെറുതെ കൊണ്ട് കൊടുത്ത പൈസ ഇല്ലാത്ത സമയത്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് മനസ്സിലായി? എനിക്കൊരൊറ്റ കാര്യം മനസ്സിലായി. എന്തുവാ? വല്ല പെണ്ണുങ്ങളെ കൊണ്ട് ബൈക്കിൽ പോകുമ്പോ ഹെൽമെറ്റ് വെക്കണമെന്ന് മനസ്സിലായി. അയ്യോ, എന്നാലും നിങ്ങൾ നന്നാവാൻ ഉദ്ദേശമില്ലല്ലേ? ഓ, അപ്പൊ നമ്മുടെ സ്കോച്ച് ഇവിടെ ജീവിതം പോയി നിൽക്കുമ്പോഴേ അവന്റെ സ്കോച്ച് ഒരു കീച്ച്